കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വളരെ കൃത്യമായി ഈ മദ്യത്തിൻ്റെ പ്രത്യേകിച്ചും വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ഉയർന്ന ആശങ്കകൾക്ക് കൃത്യമായ മറുപടി നിയമസഭയിൽ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും ആ പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും അടിച്ചിരുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ആ ഒരു വിഭാഗം സൃഷ്ടിച്ചത് കഴിഞ്ഞ LDF സർക്കാരായിരുന്നു. അതല്ലാതെ UDF കൊണ്ടുവന്ന അല്ലെങ്കിൽ UDFന്റെ ഒരു നയമായിരുന്നില്ല വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത്. അത് ബെക്കാർഡി കമ്പനിക്കാരുടെ ആവശ്യത്തെ തുടർന്ന് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഒരു നിർവചനം നൽകാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു. അത് ഈ ബെക്കാർഡി കമ്പനിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നിർവചനം, അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുന്നു. അത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് കേരളത്തിൽ ചുവന്ന പരവതാനി വിരിച്ചത് ആദ്യമായിട്ട് MV ഗോവിന്ദനാണ്. അതിനെ തുടർന്ന് MP രാജേഷ് പിന്നീട് എക്സൈസ് മന്ത്രിയെ വരുന്നു. ആ സമയത്ത് അബ്കാരി ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താം എന്ന ഒരു പ്രൊവിഷൻ കൂടി LDF സർക്കാർ കൊണ്ടുവരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ഇതിനുള്ള ഒരു നികുതി നിശ്ചയിക്കുന്നു. എത്ര നികുതി ആയിരിക്കണം? കാരണം അറിയാലോ, കേരളത്തിൽ ഈ വിദേശ മദ്യങ്ങൾക്ക് 251% നികുതി. ഏതാണ്ട് ഇതിന്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40%. 40% ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള വിദേശ മദ്യങ്ങൾക്ക് 251% നികുതി. ബിയറിന് 116%, വൈനിന് 86%, അങ്ങനെയൊക്കെയാണ് മറ്റ് കാറ്റഗറിക്കുള്ള നികുതി കേട്ടോ. അപ്പോൾ ഈ വീര്യം, അതായത് 40% വീര്യമുള്ളതിനാണ് 251%. ഇതിന്റെ വീര്യം എന്ന് പറഞ്ഞാൽ 20% വരെയാണ്. അതായത് 0.5% മുതൽ 20% വരെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ ഈ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത്. ആ ഒരു വിഭാഗത്തിന് കേരളത്തിൽ വിൽക്കാം. പക്ഷെ അതിന് എത്ര നികുതി ഏർപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് ഒരു സമവായത്തിലെത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. അപ്പോഴേക്ക് ഇലക്ഷൻ വന്നു, അറിയാലോ, പുതിയ മന്ത്രിസഭ വരുന്നു. വി.ഡി. സതീശൻ ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ പുതിയൊരു കാറ്റഗറി മദ്യത്തിന് കൂടി കേരളത്തിൽ സാധ്യതയുണ്ടെന്നല്ല, അതിനുള്ള അത് നേരത്തെ തന്നെ അംഗീകരിച്ചതാണ് അങ്ങനെ ഒരു മദ്യം, വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത്. പക്ഷെ അതിന് നികുതി നിശ്ചയിക്കാതെ കിടക്കുന്നു. വി.ഡി. സതീശൻ എന്താ ചെയ്തത്? അതിനൊരു നികുതി ഫിക്സ് ചെയ്തു. ഈ നികുതി ഫിക്സ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ ഈടാക്കുന്ന നികുതിയേക്കാൾ കൂടിയ നികുതി, അതായത് 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഒരു കാറ്റഗറിക്ക് 120% നികുതി, 10% മുതൽ 20% വരെ വീര്യമുള്ളതിന് 175% നികുതി. ഇങ്ങനെ ഒരു നികുതി സ്കീം ഈ ബഡ്ജറ്റിൽ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു. അതോടുകൂടിയായിരുന്നു ഇവിടെ വൻ കലാപം. ഇവിടെ മദ്യം ഒഴുക്കാൻ പോകുന്നു, കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ മദ്യത്തിലേക്ക് ആകൃഷ്ടരാകുന്നു, മദ്യപ്പുഴയൊഴുക്കാൻ പോകുന്നു. മറ്റൊന്ന്, ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കുന്നു, നികുതി കുറച്ചു കൊടുത്തു. നികുതി കുറയ്ക്കാൻ എവിടെ നികുതി കുറയ്ക്കാൻ? ഒരു നികുതി ഫിക്സ് ചെയ്തെങ്കിലല്ലേ ഇത് നികുതി കുറയ്ക്കുള്ളൂ. അങ്ങനെ ആരും ഫിക്സ് ചെയ്തിരുന്നില്ല. വി.ഡി. സതീശനാണ് ആദ്യമായി അതിനൊരു നികുതി ഫിക്സ് ചെയ്തത്. ഇതൊക്കെയായിരുന്നു ഞാൻ അതിനെ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ഒരു ആഴ്ചയായി കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വിവാദങ്ങൾ. ഇതിനൊക്കെ തടയിട്ടുകൊണ്ട് വളരെ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ആ ബഡ്ജറ്റ് ചർച്ചക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. സതീശൻ നികുതി കുറച്ചിട്ടില്ല. സതീശൻ ചെയ്തത് എന്താണ്? അതിന് വളരെ കൃത്യമായ ഒരു നികുതി ഫിക്സ് ചെയ്തു. കഴിഞ്ഞ സർക്കാർ ചെയ്യാത്ത ഒരു നികുതി അവിടെ ഫിക്സ് ചെയ്തു. ഇനി മറ്റൊന്ന്, കേരളത്തിൽ മദ്യപ്പുഴ ഒഴുക്കാൻ പോകുന്നു. ഇത് UDF ഒരു മദ്യനയം കൊണ്ടുവരട്ടെ. UDFന് ഒരു മദ്യനയം കൊണ്ടുവരണം. അങ്ങനെ മദ്യനയം കൊണ്ടുവന്ന ആ മദ്യനയത്തിൽ UDFുമായി ബന്ധപ്പെട്ട് UDFിലെ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് കോൺഗ്രസിലെ വിവിധ എന്താ പറയുക നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണോ വേണ്ടേ എന്നവർ തീരുമാനിക്കട്ടെ. ശരി, വിൽക്കണമെന്നാണെങ്കിൽ ഇതാ നികുതി ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ നികുതിക്ക് വിൽക്കാം. ഇനി അഥവാ UDF പറയാണ് വിൽക്കണ്ട,
തീർന്നില്ലേ? പ്രശ്നം തീർന്നു. ഇന്നലെ പ്രശ്നം തീർന്നതാണ്. ആ തീർന്ന പ്രശ്നത്തെ ഇന്ന് വീണ്ടും കത്തിച്ചിരിക്കുകയാണ് VM സുധീരൻ എന്ന് പറയുന്ന കുത്തിത്തിരിപ്പുകാരൻ. ഈ VM സുധീരൻ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ആദർശ നിഷ്ഠനാണ് എന്നൊക്കെയാണ് സാധാരണ ജനങ്ങളൊക്കെ കുറെ ആൾക്കാർ എങ്ങനെ കണ്ടു. VM സുധീരൻ എന്ന് പറയുന്നത് ആദർശശാലിയാണ്. മണ്ണാങ്കട്ട. എന്താ ആദർശശാലി? ഉമ്മൻചാണ്ടിയെ ഭരണത്തിൽ നിന്ന് നിഷ്കാസിതനാക്കിയത് VM സുധീരനാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആ മന്ത്രിസഭക്ക് തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. തുടർഭരണം കിട്ടാത്തതിനുള്ള ഏക കാരണം സരിതയുടെ പ്രശ്നമൊന്നുമല്ല കേട്ടോ, അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ മൂലകാരണം ഈ കുത്തിത്തിരിപ്പുകാരനാണ്, VM സുധീരനാണ്. VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് VM സുധീരൻ പറഞ്ഞത് മദ്യം പാടില്ല, ഇവിടുത്തെ ബാറുകൾ ബാറുകളുടെ എണ്ണം കുറയ്ക്കണം, മറ്റേ ബീവറേജ് ഷോപ്പിന്റെ എണ്ണം കുറയ്ക്കണം. അങ്ങനെ ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭയങ്കര തർക്കങ്ങൾ ഉണ്ടായി. അവസാനം ഉമ്മൻചാണ്ടി കർക്കശമായ നിലപാടെടുക്കാൻ കാരണം ഇയാളുടെ പിടിവാശി, KPCC പ്രസിഡന്റിന്റെ പിടിവാശി. അങ്ങനെ ഇവര് തമ്മിലുള്ള തർക്കത്തിന്റെ ഒടുവിലാണ് കേരളത്തിലെ ബാറുകളൊക്കെ അടച്ചുപൂട്ടിയത്. 5 സ്റ്റാർ ഹോട്ടലുകൾ, 5 സ്റ്റാർ ബാറുകൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവസാനം വന്നത്. അങ്ങനെയാണ് 29 ബാർ മാത്രമായത്. ചില ജില്ലകളിൽ ബാറേ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഏറ്റവും അപകടകാരികളായ ഈ മയക്കുമരുന്ന് വ്യാപിക്കുന്നത്, അതിനുള്ള മൂലകാരണം ഇയാളാണ്, സുധീരനാണ്. സുധീരൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ബാറുകളൊക്കെ അടച്ചുപൂട്ടിയത്. ജനങ്ങൾ, സാധാരണ മദ്യപിച്ചിരുന്ന, ലഹരിക്ക് വേണ്ടിയിട്ട് മദ്യത്തെ ആശ്രയിച്ചിരുന്ന സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ, ഇവർക്കൊന്നും മദ്യം കിട്ടാനില്ല. മദ്യം കിട്ടണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോകണം. 5 സ്റ്റാർ ഹോട്ടലിൽ കൂടിയ നിരക്കിൽ. ഈ 5 സ്റ്റാർ ഹോട്ടൽ എവിടെയാണുള്ളത്? അത് ഈ സമീപത്തൊന്നുമില്ല. ഒന്ന് മദ്യപിക്കണമെങ്കിൽ ദീർഘയാത്ര ചെയ്തു പോകണം. അവസാനം അവർക്ക് പെട്ടെന്ന് കിട്ടുന്നു, കഞ്ചാവ് കിട്ടുന്നു, MDMA കിട്ടുന്നു, അതിന്റെ പകുതി പൈസക്ക്, ചെറിയ പൈസക്ക്. അതോടുകൂടി കേരളത്തിലെ യുവാക്കളെല്ലാം ഈ മദ്യം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് മാറിയിട്ട് അവര് ഈ മയക്കുമരുന്നിന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞാൽ കേരളത്തെ മയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റിയത് VM സുധീരൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുകാരനാണ്. ഇയാളാണ് ഇന്ന് ഇയാൾ പത്രക്കാരോട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഇവിടെ പ്രതിപക്ഷത്തെ, പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും അയാളുടെ എല്ലാ ചിങ്കിടി കൂട്ടങ്ങളെയും കൃത്യമായ മറുപടിയിലൂടെ നാവടക്കിപ്പിച്ചു കഴിഞ്ഞ ദിവസം VD സതീശൻ. അവർക്ക് മിണ്ടാൻ പറ്റിയില്ല. ഇപ്പം ഈ MP രാജേഷൊക്കെ ഇന്നും പത്രസമ്മേളനം നടത്തി വെറുതെ പറയാണ്. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആകെ മറുപടിയൊന്നുമില്ല. കാരണം ആ രീതിയിലായിരുന്നു സതീശൻ പറഞ്ഞത്. ഇവരാണ് മദ്യമൊഴുക്കിയത്, കേരളത്തിൽ മദ്യമൊഴുക്കിയതും ഈ ബക്കാർഡിയുമായി ഉടമ്പടി ഉണ്ടാക്കിയതും ഇങ്ങനെ പുതിയൊരു കാറ്റഗറി സൃഷ്ടിച്ചതൊക്കെ LDF ആണ്. ഇവിടെ LDFകാർ മിണ്ടാൻ പറ്റാതിരിക്കുന്ന അവസരത്തിലാണ് വീണ്ടും കോൺഗ്രസിനെ കുത്താൻ, VD സതീശനെ കുത്താൻ ഈ കുത്തിത്തിരിപ്പുകാരൻ ഇപ്പതാ പത്രക്കാരെ കാണുകയാണ്. എന്നിട്ട് പറയാണ്, അല്ല ഇതൊക്കെ ഒന്നും ഇങ്ങനെ ചെയ്താൽ പോരാ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, VD സതീശൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. VD സതീശൻ ആദ്യം തന്നെ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം. അത് കഴിഞ്ഞിട്ട് UDFുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം. എന്നിട്ടൊക്കെ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. എവിടെ? ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പേ VD സതീശൻ പോയി കണ്ട് കോൺഗ്രസിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത്, UDF നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത്, എന്നിട്ടേ ബജറ്റിൽ നികുതി നിർദ്ദേശം പുറപ്പെടുവിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ അലമ്പൻ അല്ലേ? ഇയാളെ കൊണ്ട് കേരളത്തിന് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ VM സുധീരനെ കൊണ്ട്, ഇയാളുടെ ആദർശ ശാലിത്വം കൊണ്ട്? ഇയാളൊക്കെ ജീവിക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിക്കേണ്ട വസ്തുക്കളാണ് ഇതൊക്കെയാണ്. അത് മാത്രമല്ല, കരിമണൽ ഖനനം ചെയ്യാൻ പാടില്ല. അതാണ് മൂപ്പരുടെ പുതിയ തിയറി. കരിമണൽ ഖനനം ചെയ്യാൻ പാടില്ല. പിന്നെ പുഴുങ്ങി തിന്നുക വേണ്ടത്. കേരളം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് കരിമണലിൽ നിന്ന് കൂടുതൽ അതിന്റെ ഒരു വാല്യൂ ആഡഡ് വസ്തുക്കളൊക്കെ നിർമ്മിക്കുക എന്നുള്ളത്. ആ ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒക്കെ ഉള്ളത്. അതാണ് കേരളം ഇനി രക്ഷപ്പെടാൻ പോകുന്നത്, ഈ കരിമണലിലൂടെയാണ്. അതാണ് ഈ ദുഷ്ടം വന്ന് കണ്ട് എന്ന് പറഞ്ഞത്. കരിമണൽ തൊടാൻ പറ്റൂല, കരിമണൽ തൊടാൻ പറ്റൂല, മദ്യം പറ്റൂല. ഇവനൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതിന് ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? എനിക്ക് ഈ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാറുള്ളത്, ഈ വിഷജീവിയെ പിടിച്ചു മാറ്റിയിട്ടില്ലെങ്കിലേ ഉറപ്പാണ് ഉമ്മൻചാണ്ടി ഭരണം എങ്ങനെയായിരുന്നോ ഉമ്മൻചാണ്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടത്, ഇതേ സ്ഥിതി VD സതീശന് വരും.
പക്ഷേ വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയെ പോലെ അങ്ങനെ ഒരു അളകുഴമ്പൻ നയമൊന്നും അല്ല വി ഡി സതീശൻ ഉള്ളത് എന്ന് മാത്രമാണ് നമ്മുടെ ഏക ആശ്വാസം കേട്ടോ. കാരണം വി ഡി സതീശൻ ഒരു തീരുമാനമെടുത്ത് അറിയാലോ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വി ഡി സതീശൻ പറഞ്ഞു ഇത് പിൻവലിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ നിശ്ചയിച്ച നികുതി ആ നികുതി തന്നെയാണ്. പിന്നെ UDF വേണ്ടെങ്കിൽ UDF തീരുമാനിക്കുകയാണ് വേണ്ട ഈ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ല വിൽക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇതാ നികുതി സ്ട്രക്ചർ, ഞാനിതാ ഏർപ്പെടുത്തിയ നികുതി സ്ട്രക്ചർ. ഇനിയിപ്പോ ഫിനാൻസ് ബില്ല് വരാൻ പോകുന്നു. ഈ 1-ാം തീയതി ഫിനാൻസ് ബില്ലിൽ ഈ നിർദ്ദേശം, ഈ നികുതി നിർദ്ദേശം സ്വാഭാവികമായും ഫിനാൻസ് ബില്ലിൽ വരും. ഫിനാൻസ് ബില്ലിൽ വരും എന്ന് പറഞ്ഞാൽ ഈ വിൽപ്പനക്കുള്ള ഒരു എന്താ പറയാ ഒരു പച്ചക്കൊടിയാണത്. അതുകൊണ്ട് മാത്രം മെക്കാഡിക്ക് വിൽപ്പന നടത്താൻ പറ്റില്ല. അതിന് എക്സൈസ് കമ്മീഷണറുടെ അനുവാദമൊക്കെ വേണം. വീണ്ടും കടമ്പകളുണ്ട്. എങ്കിലും കുറേയും കൂടിയും ഈ വിൽപ്പനക്ക് സഹായകമായി മാറാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വി ഡി സതീശന്റെ നിലപാട് ഒന്നുകൂടി ഉറപ്പിക്കത്തക്ക ഒരു രീതിയാണ് ഫിനാൻസ് ബില്ലിൽ 1-ാം തീയതി പുറത്തു വരുന്ന ഫിനാൻസ് ബില്ലിൽ ഈ ഒരു നികുതി നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളത്. സ്വാഭാവികം ഞാൻ കേൾക്കുന്നത് മിക്കവാറും ഫിനാൻസ് ബില്ലിൽ ഇത് ഉൾപ്പെടുത്തുമെന്നാണ്. അപ്പോഴാണ് ഈ മാരണം വന്നിട്ട് പത്രക്കാരോട് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പൊ വി എം സുധീരന് ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ വി എം സുധീരൻ എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന വി എം സുധീരനാണെങ്കിൽ ചെയ്യേണ്ടത്, വി ഡി സതീശനെ കാണാൻ സുധീരന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് വി ഡി സതീശൻ സുധീരനെ പോയി കണ്ട അനുഗ്രഹം വാങ്ങിയ ആളാണ്. മാത്രമല്ലെന്ന് ഹൈക്കമാൻഡ് ഈ സുധീരനൊക്കെ എന്തൊക്കെയാണെങ്കിലും മുതിർന്ന നേതാവല്ലേ, ആദർശ ധീരനല്ലേ, ഇതൊക്കെ സുധീരനുമായിട്ടൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഇവര്. അപ്പൊ ഈ വി ഡി സതീശനും സുധീരനും തമ്മിൽ എന്താ പറയാ, ഇവര് തമ്മിൽ വലിയ വിരോധമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ വി എം സുധീരന് ഈ നിലപാടിനോട് അതൃപ്തി ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിവിടെ ഭരണം നടത്തുന്നത് വി എം സുധീരന്റെ നിലപാടനുസരിച്ചല്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഈ UDF സർക്കാർ അല്ലെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഭരണം നടത്തേണ്ടത് സുധീരന്റെ അഭിപ്രായം അനുസരിച്ചല്ലല്ലോ. സുധീരന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവും. ഈ അഭിപ്രായം സുധീരന് പറയാം. എങ്ങനെ പറയാം? അത് നേരിട്ട് സതീശനോട് പറയാലോ. അങ്ങനെ ഒരു സ്പേസ് വിടില്ലേ? ശരി, എന്റെ അഭിപ്രായം ഇതാണ് എന്ന് സുധീരന് സതീശനോട് പറയാം. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ചെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചിട്ടോ സുധീരന് പറയാവുന്നതേ ഉള്ളൂ. അവര് തമ്മിൽ ചർച്ച ആയിക്കോട്ടെ. അതിന് പകരം ഈ ദുഷ്ടൻ ചെയ്യുന്നത് ഇത് പത്രക്കാരോട് പറയാണ്. ഇപ്പോഴത്തെ പത്രക്കാരെന്ന് പറയാല്ലേ എങ്ങനെയാണ് ഇത് കത്തിക്കാൻ ഈ വിവാദം ഒന്ന് ഇന്നലെ വി ഡി സതീശൻ തണുപ്പിച്ചതാണ്. ഇന്നലെ വി ഡി സതീശൻ കെടുത്തിക്കളഞ്ഞതാണ് അല്ലേ? പത്രക്കാരുണ്ടാക്കിയ പത്രക്കാർ ഊതി കത്തിച്ച ഈ വിവാദത്തെ ഇന്നലെ വി ഡി സതീശൻ കൃത്യമായി അദ്ദേഹം എന്ത് ചെയ്തു? അത് കെടുത്തിക്കളഞ്ഞു. ആ കെടുത്തിയോടത്തുനിന്ന് കണൽ ഊതി പെരുപ്പിച്ചിട്ട് വീണ്ടും തീ പടർത്തുകയാണ് വി എം സുധീരൻ. പത്രക്കാരോട് പറയാണ്, ഇങ്ങനെയൊന്നും ചെയ്ത പോരാ, വി ഡി സതീശൻ ചെയ്തത് തെറ്റാണ്. വി ഡി സതീശൻ ചെയ്യേണ്ടത് എന്താണ്? ഇത് ആദ്യം കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്യണം, അത് കഴിഞ്ഞിട്ട് UDFുമായി ചർച്ച ചെയ്യണം, എന്നിട്ടേ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ മദ്യനയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു മദ്യനയം. കോൺഗ്രസിന്റെ മദ്യനയം സുധീരൻ പറഞ്ഞല്ലോ. സുധീരൻ അല്ലല്ലോ കോൺഗ്രസിന്റെ മദ്യനയത്തിന്റെ ഹോൾസെയിൽ വക്താവ്. ഇവിടെ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരൊക്കെ എന്താ മണ്ണുണ്ണികളാണോ? ഈ സുധീരൻ മാത്രമാണോ ഈ കോൺഗ്രസ്സുകാരൻ? കോൺഗ്രസിന്റെ ഒരു മദ്യനയമുണ്ട്. അതായത് മദ്യവ്യാപനമല്ല, നിയന്ത്രിക്കണം. ഇങ്ങനെ ഈ വീര്യം കുറഞ്ഞ മദ്യമൊന്നും ഇവിടെ ഒഴുക്കരുത്, മദ്യത്തിന്റെ ഒഴുക്കുണ്ടാവും. ഈ വി എം സുധീരൻ എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ 10 കൊല്ലം ഇവിടെ അല്ലായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, കഴിഞ്ഞ 10 കൊല്ലം ഈ പിണറായി സർക്കാർ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 29 ബാറിൽ നിന്ന് 29 ബാറാക്കിയത് ഈ സുധീരന്റെ കുത്തിത്തിരിപ്പ് കൊണ്ടാണ്. ആ 29 ബാറിൽ നിന്ന് 905 ബാറാക്കുന്ന സമയത്ത് ബാറിന്റെ സമയം രാവിലെ 11 മണിക്ക് തുടങ്ങി രാത്രി 11 മണിക്ക് അടയ്ക്കാന്നുള്ളതിന് പകരം രാവിലെ 10 മണിക്കേ തുടങ്ങാം, രാത്രി 12 മണി വരെ നീട്ടാം എന്നുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ഇയാൾ ഇവിടെ ഇല്ലേ? 5 സ്റ്റാർ ഹോട്ടലിൽ പുലർച്ചെ വരെ മദ്യം വിളമ്പാം എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ ഈ സുധീരൻ പെട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ സുധീരൻ മിണ്ടില്ല. ഇടതുപക്ഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ സുധീരൻ മിണ്ടില്ല. സുധീരൻ കോൺഗ്രസ്സുകാരെ ഭരണത്തിൽ വന്നാൽ സുധീരൻ വരും, എന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കും, എന്നിട്ട് എങ്ങനെയെങ്കിലും ഇതിനെ മറച്ചിടാൻ നോക്കും. ഇതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. വി എം സുധീരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് നല്ല ബലമായ സംശയമുണ്ട്, ഇത് CPMന്റെ ചാരനാണ്. ഇയാള് CPMന്റെ ചാരനാണ്, ഒറ്റുകാരനാണ്. കോൺഗ്രസിനുള്ളിലെ ഒറ്റുകാരനാണ് സുധീരൻ. ഇയാള് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിനോട് അദമ്യമായ സ്നേഹം ഉണ്ടെങ്കിൽ
ഇയാൾ ചെയ്യേണ്ടത് നേരിട്ട് രഹസ്യമായി സംസാരിക്കുകയല്ലേ, സ്വകാര്യമായി സംസാരിക്കുകയല്ലേ. അതല്ലാതെ ഈ പത്രക്കാരെയൊക്കെ വിളിച്ചുകൂടി പത്രക്കാരോടാണ് പറയേണ്ടത്. എന്താ ഇയാൾക്ക് വി എം സുധീരന്റെ മുറിയിൽ കയറാൻ ഇയാൾക്ക് എന്തേ അനുവാദം നിഷേധിച്ചിട്ടുണ്ടോ? ഇപ്പൊ സുകുമാരൻ നായർ വരണ്ട എന്ന് പറഞ്ഞ പോലെ സുധീരനോട് സതീശൻ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ KPCC പ്രസിഡന്റ് ഉണ്ടല്ലോ, സണ്ണി വക്കീലിനെ കാണാലോ, സംസാരിക്കാലോ. ഇതൊന്നും ചെയ്യാതെ ഇയാള് പത്രക്കാരോട് പറയാം. ആകെ പ്രശ്നം. ഇതപ്പോ വീണ്ടും അതോടുകൂടി കത്തി.